Today we are going to learn letter D. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? ഡി. ഏതാണ്? ഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചത്? സി എന്ന ലെറ്റർ ആണല്ലേ. ഏതാണ്? സി. This is capital letter C. This is small letter C. What is the sound of C? സിയുടെ സൗണ്ട് എന്താണ്? സി 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 എന്നാണോ? അല്ല. എന്താണ്? ക് 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 അല്ലേ? എന്താണ്? ക്. സി കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? C for cat, C for cap, C for crow, C for cow, C for cock, C for car. ഇതിന്റെ വേർഡ്സ് ഒക്കെ എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി അല്ലേ? സി. സി ഫോർ ക്യാറ്റ്, സി ഫോർ കാർ, സി ഫോർ ക്യാപ്, സി ഫോർ കോക്ക്, സി ഫോർ ക്രോ, സി ഫോർ കൗ. ഇനി നമുക്ക് മുമ്പ് പഠിച്ച ലെറ്റേഴ്സ് ഒന്ന് ഓർഡറിൽ വെച്ച് നോക്കിയാലോ? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എ? അ. എയുടെ സൗണ്ട് എന്താണ്? അ. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബിയുടെ സൗണ്ട് എന്താണ്? ബ്. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്. സി 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 എന്നാണോ? അല്ല, ക്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ലെറ്റർ ആണ് ഡി. എന്താണ്? ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. ഇനി നമുക്ക് ഡി ഉപയോഗിച്ചുള്ള വേർഡ്സുകൾ നോക്കിയാലോ? പിക്ചേഴ്സ് നോക്കിയാലോ? എങ്കിലും വാ. ലുക്ക് അറ്റ് ദിസ്. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ദിസ് ഈസ് എ ഡക്ക്. എന്താണ്? ഡക്ക്. എന്താ ഡക്ക് എന്ന് പറഞ്ഞാല്? താറാവ്. എന്താണ്? താറാവ്. നിങ്ങളെ വീട്ടിൽ ഡക്കിനെ വളർത്തുന്നുണ്ടോ? ഉണ്ടോ? ചിലരുടെ വീട്ടിലുണ്ടാവൂലേ ഡക്ക്. നന്നായി വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന ഒരു പക്ഷിയാണെന്ത്? ഡക്ക്. എന്താണ്? ഡക്ക്. വാട്ട് കളർ ഈസ് ദിസ് ഡക്ക്? ഈ ഡക്കിന്റെ കളർ എന്താണ്? യെല്ലോ. എന്താണ്? യെല്ലോ. മഞ്ഞ അല്ലേ? ഈ ഡക്ക് എന്ന് എഴുതി നോക്കിയാലോ? ഡി യു സി കെ. ഇതെന്താ വായിക്കുക? ഡക്ക്. എന്താണ്? ഡക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സി എന്ന ലെറ്റർ ഉണ്ടല്ലേ എവിടെ? എന്താ വായിക്കുക? ഡക്ക്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡക്ക്? ഡി. ഡക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഡി? ഡിയുടെ സൗണ്ട് എന്താണ്? ഡ. എന്താണ്? ഡ. ഡി ഫോർ ഡക്ക്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡ ഡ ഡക്ക്. എന്താണ്? ഡക്ക്. ഡി ഫോർ ഡക്ക്. ഡി ഫോർ ഡക്ക്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലുള്ള ഏതെങ്കിലും ലെറ്റർ നിങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇത് ഏത് ലെറ്റർ ആണ്? ഇത് ബി എന്ന ലെറ്റർ ആണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഡിയും ബിയും ഒരുപോലെ ഇല്ലേ കാണാൻ? പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ എഴുതി തന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബി എന്ന ലെറ്റർ താഴോട്ടൊരു വര വരച്ച് മുകളിലോട്ട് പോയി മുന്നിലോട്ട് താഴോട്ടൊരു വട്ടമിടാനാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ
ഇവിടെ നോക്കിക്കേ, സ്മോൾ ലെറ്റർ ഡി എങ്ങനെയാണ്? ബാക്കിലോട്ടാണ് വട്ടം വരുന്നത്. കണ്ടോ എങ്ങനെയാണ്? നമ്മൾ സി എന്ന ലെറ്റർ എഴുതി മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ സ്മോൾ ലെറ്റർ ഡി ആയിട്ടോ. ഇത് ബാക്കില് താഴോട്ടാണ് ഇതിൻ്റെ വട്ടം വരുന്നത്. അതേസമയം ബിയുടേതോ മുൻപില് താഴോട്ടാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് പിയും ക്യൂ ഒക്കെ പഠിക്കാനുണ്ട്. അത് വരുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇപ്പോൾ തന്നെ നമ്മൾ നന്നായി പഠിച്ചു പോകുന്നത്. ഇനി ഈ ഡെക്കിനെ ഞാൻ ഇങ്ങെടുത്തിട്ട് അവിടെ ഞാനൊരു ഡോഗിനെ വെച്ചു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഡോഗ്. ഡോഗ് അല്ലേ? ഇതിൻ്റെ പേര് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഡോഗ്. എന്താണ്? ഡോഗ്. അപ്പൊ ഡോഗ് എന്നെങ്ങനെ എഴുതുക? ഫസ്റ്റ് ലെറ്റർ എന്തായാലും ഡി ആണ് അല്ലേ? ഡോഗ് എന്ന് പറയുമ്പോ DOG. എന്താ വായിക്കുക? ഡോഗ്. ഡോഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡോഗ്? ഡി. ഡി. E for dog. ഡോഗ്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡോഗ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. എങ്ങനെയാ ഡോഗ് കുരക്കുന്നത്? ബൗ ബൗ അല്ലേ? എനിക്ക് നന്നായിട്ട് കുരക്കാനൊന്നും അറിയില്ല. നിങ്ങൾക്കറിയോ? എങ്കിലൊന്ന് കുരച്ച് കാണിച്ചേ. ബൗ ബൗ. ഡി ഫോർ ഡോഗ്. ഡി ഫോർ ഡോഗ്. DOG. ഡോഗ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ഡോഗ്? ഡോഗിന്റെ കളർ എന്താണ്? യെല്ലോ കളറില്ലേ? അതിന്റെ നെക്കിൽ കണ്ടോ റെഡ് കളറുള്ള ഒരു ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? കണ്ടോ? അതിന്റെ ടങ്ക്, നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ചിരിക്കുകയാണ് അല്ലേ? എന്താണ്? ഡോഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡോഗ്? ഡി. ഡി ഫോർ ഡോഗ്. അപ്പൊ നമുക്ക് ഈ ഡോഗിനെ ഇങ്ങെടുത്തിട്ട് അവിടെ ഒരു ഡവിനെ വെക്കാം. വാട്ട് ഈസ് ദിസ്? ഡവ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാറ്റം വരുത്തണം. കാരണം എന്താ? ഇവിടെ നമ്മൾ ഡോഗ് ആണല്ലേ എഴുതിയത്. ഈ ജി എന്ന ലെറ്റർ എടുത്തിട്ട് അവിടെ VE എന്ന ലെറ്റർ വെക്കണം കേട്ടോ. ഇപ്പോഴാണിത് ഡവ് എന്ന് വായിക്കുക. എന്താണ്? ഡവ്. എന്താ വായിക്കുക? ഡവ്. ഡി ഫോർ ഡവ്. ഡി ഫോർ ഡവ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഡവ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഡി? ഡ. ഡ. ഡവ്. ഡ. ഡ. ഡവ്. എന്റെ കൂടെ വായിച്ചേ. ഡവ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. കണ്ടോ? നല്ല വൈറ്റ് കളറിലുള്ള ഒരു ഡവ്. ഡവ് എന്ന് പറഞ്ഞാല് പ്രാവ് ട്ടോ. പ്രാവ്. പ്രാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരുടെ വീട്ടില് പ്രാവിനെ വളർത്തുന്നുണ്ടാവൂലേ? ഡവ്. കണ്ട പറന്നു പോകുന്ന ഒരു ഡവ് അല്ലേ? ഡി ഫോർ ഡവ്. ഇനി ഞാൻ ഈ ഡവിനെ എടുത്തിട്ട് അവിടെ ഒരു ഡോളിനെ വെച്ചു. കണ്ടോ? എന്താണിത്? ഡോൾ. കണ്ടോ? അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഡവ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഡവ് മാറ്റിയിട്ട് അവിടെ ഡോള് എന്നെഴുതാൻ 2 ലെറ്റർ മാറ്റിയാൽ മതി. എൽ. 2 L വെച്ചാൽ ഡോൾ എന്നാ വായിക്കട്ടോ. എന്താണ്? ഡോൾ. ഡി ഫോർ ഡോൾ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഡി? ഡിയുടെ സൗണ്ട് എന്താണ്? ഡ. ഡ. ഡി ഫോർ ഡോൾ. ഡ. ഡ. ഡോൾ. എന്റെ കൂടെ വായിച്ചേ. ഡോൾ. നിങ്ങളുടെ കയ്യിൽ ഡോൾ ഉണ്ടോ? ചിലരുടെ കയ്യില് ഡിയർ ആയിരിക്കും, ചിലരുടെ കയ്യില് ഡോഗ് ആയിരിക്കും, ചിലരുടെ കയ്യില് ക്യാറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ഡോൾ ഉണ്ട്. ഡോൾ എന്ന് പറഞ്ഞാൽ എന്താ? പാവക്കുട്ടി ട്ടോ. നമ്മള് കളിക്കാനൊക്കെ ഉപയോഗിക്കൂലേ പാവക്കുട്ടീനെ? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡോൾ. എന്താണ്? ഡോൾ. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഡ്രസ്. ഒരു കുട്ടിയുടെ ഡ്രസ്സാണല്ലേ ഇത്. എന്തൊരു ഭംഗിയാ കാണാന്. എന്താ കളറ്? റെഡ് കളർ.
അപ്പൊ ഡ്രസ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ എന്താണ്? ഡി. എന്താണ്? ഡി. ആർ ഇ എസ് യെസ്. എന്താ വായിക്കുക? ഡ്രസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഡ്രസ്. ഡി ഫോർ ഡ്രസ്. ഡി ഫോർ ഡ്രസ്. This is capital letter D. This is small letter d. What is the sound of D? D. 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 D for dress. D for dress. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ? റെഡ് കളറില് യെല്ലോ കളർ ഡോട്ട് ഇട്ട നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇന്ന് നമ്മള് ഡി കൊണ്ട് പഠിച്ച പിക്ചേഴ്സ് ആണല്ലേ ഇത്. ഈ പിക്ചേഴ്സ് ഒക്കെ എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? ഡി എന്ന ലെറ്റർ ആണ് അല്ലേ? ഏതാണ്? ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഡി? ഡ. ഡ. മറന്നു പോവരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇവിടെ കുറെ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഡി ഏതാണെന്ന് നിങ്ങൾ പറയണം. Okay? Is this letter D? Yes. This is small letter D. Is this letter D? No, this is small letter C. Is this letter D? No, this is small letter B. കണ്ടോ? ബിയും ഡിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ഡിയിലെ ഈ സർക്കിള്, അതായത് ഈ വട്ടം ബാക്കിലോട്ടാണ് അല്ലേ? താഴെ ബാക്കിലോട്ട്. ബി എന്ന ലെറ്ററിലെ സർക്കിള് മുമ്പിലോട്ടാണ് അല്ലേ? താഴെ മുമ്പിലോട്ട്. അപ്പൊ ഇത് ഡി എന്ന ലെറ്റർ ആണോ? അല്ല. ഈസ് ദിസ് ലെറ്റർ ഡി? Yes, this is capital letter D. Is this letter D? Yes, this is capital letter D. Is this letter D? No, this is capital letter B. Is this letter D? Yes, this is small letter D. Is this letter D? No, this is small letter A. കണ്ടോ? 1 2 2 സ്മോൾ ലെറ്റർ ഡിയും 1 2 2 ക്യാപിറ്റൽ ലെറ്റർ ഡിയും അല്ലേ? 2 സ്മോൾ ലെറ്റർ ഡിയും 2 ക്യാപിറ്റൽ ലെറ്റർ ഡിയും അല്ലേ? ഇനി നമുക്ക് ഡി എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ ലെറ്റർ ആണിത്. ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ഡി. മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. എന്നിട്ട് ഇതൊരു പകുതി സർക്കിള്, പകുതി വട്ടം വരയ്ക്കുക കേട്ടോ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ സി വരയ്ക്കുക. എന്നിട്ട് മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ സ്മോൾ ലെറ്റർ ഡി ആയിട്ടോ. എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ ഡി, മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് പകുതി സർക്കിൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി ആയി. സ്മോൾ ലെറ്റർ ഡി എങ്ങനെ എഴുതും? സ്മോൾ ലെറ്റർ സി എഴുതുക. എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ സി എഴുതി മുകളിലോട്ട് പോയി, കണ്ടോ? മുകളിലോട്ട് പോയി താഴോട്ട് വരിക. അപ്പോൾ സ്മോൾ ലെറ്റർ ഡി ആയിട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് പകുതി സർക്കിള്, പകുതി വട്ടം വരയ്ക്കുക. സ്മോൾ ലെറ്റർ ഡി എഴുതാൻ സ്മോൾ ലെറ്റർ സി എഴുതി മുകളിലോട്ട് പോയി താഴോട്ട് വരിക. എങ്ങനെയാണ്? പഠിച്ചോ? നമുക്ക് കുറച്ചുകൂടി എഴുതി നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് പകുതി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി ആയി. സ്മോൾ ലെറ്റർ ഡി എങ്ങനെയാണ്? ഒരു സ്മോൾ ലെറ്റർ സി വരച്ച് മുകളിൽ നിന്ന് താഴോട്ട്. ക്യാപിറ്റൽ ലെറ്റർ ഡി, മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര വരച്ച് പകുതി വട്ടം വരയ്ക്കുക.
സ്മോൾ ലെറ്റർ ഡി എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ സി ആദ്യം എഴുതുക, എന്നിട്ട് മുകളിലോട്ട് പോയി താഴോട്ട് വരച്ചാൽ സ്മോൾ ലെറ്റർ ഡി ആയി. ഒന്നുകൂടി എഴുതി നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക, പകുതി വട്ടം വരച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ ഡി ആയി. സ്മോൾ ലെറ്റർ സി എഴുതി മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ സ്മോൾ ലെറ്റർ ഡി ആയിട്ടോ. അപ്പം എല്ലാവരും എഴുതാൻ പഠിച്ചില്ലേ? അപ്പം നിങ്ങൾ സ്ലൈറ്റിലൊക്കെ എഴുതി നോക്കുക കേട്ടോ. ഇനി പുതിയൊരു ലെറ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ.